ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുക. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ അറിയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തിവരികയാണ്. വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഏകദേശം 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർല പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാംഗങ്ങളും 7 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡെയെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 12ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വരൾച്ച പ്രതിരോധം ലക്ഷ്യമിട്ട് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭ, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം പാലക്കാട്, തൃശൂർ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗ തീരുമാനപ്രകാരമാണ് നടപടി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൗരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. സെൻസസിന്റെ 2ാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് 2ാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഈ ജലപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.